വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു കാബേജ് തോരൻ ഉണ്ടാക്കിയാലോ? അതിനായി മീഡിയം വലുപ്പത്തിലുള്ള ഒരു കാബേജിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അവ ചെറിയതായി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് പാൻ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിനി അതിലേക്ക് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുകെല്ലാം നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വേപ്പിലയും 3 പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇവ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇവയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്കൊരു 2 മുഴുവൻ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് നമുക്ക് ഇളക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കാബേജാണ് ഇട്ട് കൊടുക്കേണ്ടത്. കാബേജ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇവ എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിവയെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പോൾ കാബേജൊക്കെ വേഗം വെന്ത് കിട്ടും. നമുക്ക് ഇവയെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ കാബേജ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. കാബേജിൻ്റെ ആ പച്ചമണമെല്ലാം മാറി നല്ല വെന്ത മണം ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാബേജ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്നുകൂടി നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് പകർത്താവുന്നതാണ്. ഞാൻ ഇപ്പോൾ സെർവിങ് ഡിഷിലേക്ക് പകർത്തിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. താങ്ക് യു.